നമസ്കാരം, ഞാൻ അനൂപ് വിജയമോഹൻ. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് മാന്നാറിലുള്ള മെറ്റൽ ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പാണ്. എന്നിട്ട് ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിൽ തന്നെ ഏറ്റവും വില കുറച്ച് ബ്രാസ് മെറ്റീരിയലുള്ള, അതായത് ഓട്ടുപാത്രങ്ങൾ, ഓട്ടുരുളികൾ, വിളക്കുകൾ, ദീപസ്തംഭം, വിഗ്രഹങ്ങൾ, അതെല്ലാം വാങ്ങാൻ പറ്റിയിട്ടുള്ളൊരു സ്ഥലം. മാന്നാറിൽ നിന്നാണ് കേരളത്തിലെ ഒട്ടുമിക്ക ഷോപ്പുകളിലും ഈ ബ്രാസ് മെറ്റീരിയലിനകത്ത് ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ വസ്തുക്കളും വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഡയറക്റ്റ് വന്ന് വാങ്ങുമ്പോൾ നല്ല രീതിയിലുള്ള വിലക്കുറവ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും അന്വേഷിച്ചിട്ട് അങ്ങ് മാന്നാർ വരെ, കൊട്ടാരക്കരയിൽ നിന്ന് മാന്നാർ വരെ പോകാൻ വേണ്ടിയുള്ള ഒരു കാരണം. പണ്ട് അച്ഛനൊരു നേർച്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ തൂക്കത്തിനും ഹൈറ്റിലും ഉള്ളൊരു വിളക്ക് അമ്പലത്തിൽ കൊടുത്തേക്കാന്ന്. അതിൻ്റെ ഭാഗമായിട്ടുള്ള അന്വേഷണത്തിലാണ് മാന്നാറിനെ കുറിച്ചും മെറ്റൽ ഹൗസിനെ കുറിച്ചൊക്കെ ഞാൻ അറിയുന്നത്. പേരൂര് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തിരുവോണത്തിനന്ന് രാവിലെ സമർപ്പിക്കാനും വേണ്ടിയാണ് നമ്മൾ ഈ ദീപസ്തംഭം എടുക്കാൻ പോയിരിക്കുന്നത്. ശരിക്കും ഞാൻ അവിടെ ചെന്ന് പറ്റുന്നത് ഒന്നാം ഓണത്തിൻ്റെ അന്നാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കാസ്റ്റിങ്, ഇതെങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ള സംഭവങ്ങളൊന്നും നമുക്ക് കാണിക്കാൻ വേണ്ടിയുള്ള സമയമില്ലായിരുന്നു. അതുകൊണ്ട് നമ്മളത് കാണിച്ചു പോകുന്നില്ല. ഇനിയിപ്പം നമുക്കിതിൻ്റെ ഷോപ്പ് ഓണർ അടുത്ത് തന്നെ ഇവിടുത്തെ വിശേഷങ്ങളും ഇതിൻ്റെ പ്രൈസ് വിവരങ്ങളും ഒക്കെ നേരിട്ട് ചോദിച്ചറിയാം. അന്നേരം എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. പേരെന്ന് പറയുന്നത് മെറ്റൽ ഹൗസ്, കരിമല ജംഗ്ഷൻ, മാന്നാർ. ആലപ്പുഴ ജില്ല. പേരെങ്ങനായിരുന്നു? എന്റെ പേര് ജുനൈദ്. എത്ര വർഷമായിട്ട് ഈ മെറ്റൽ? ഒരു 30 വർഷത്തോളം മെറ്റൽ ഇൻഡസ്ട്രീസിലാണ് ഈ വിളക്കിന്റെയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്. ശരി. എന്നിട്ട് ഇവിടെ എന്തൊക്കെ പ്രോഡക്റ്റുകളുണ്ട്? ഇവിടെ നിലവിളക്ക്, കിണ്ടി, പള്ളിമണികള്, പിന്നെ അതുപോലെ തന്നെ വലിയ വലിയ വിളക്കുകള്, വലിയ വാർപ്പുകള്. ഓക്കെ. അത് കണക്ക് തന്നെ നമ്മളെ ഈ ഉരുളികളും കാര്യങ്ങളും ഒക്കെ കണ്ട്, എന്നാൽ ഈ സാധാരണ അലൂമിനിയം പാത്രങ്ങൾ വെച്ച് ആഹാരം പാകം ചെയ്യുന്ന വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതിനെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ഈ മെറ്റൽ? വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്പ്, വെളുത്തീയം ചെയ്ത് ഉണ്ടാക്കുന്ന അതിന്റെ ചെമ്പിന്റെ അംശമൊക്കെ ശരീരത്തിൽ വരും. അതിനൊക്കെ അലൂമിനിയം വിഷമാന്ന് പറഞ്ഞു കേട്ടു. അലൂമിനിയം ഓക്സൈഡ് ആണ് ഭയങ്കര വിഷമാന്ന് കേട്ടിട്ടുണ്ട്. ഈ ഇവിടെ നെറ്റിപ്പട്ടവും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് അത് ഒറിജിനലാണോ? അത് ആനയ്ക്ക് വെക്കുന്നതാണ്? ആനയ്ക്ക് വെക്കുന്നില്ല, അത് വീട്ടുകളിലേക്കുള്ള ഫാൻസി. ഇതാ നെറ്റിപ്പട്ടുണ്ട്, ആനയ്ക്ക് വെക്കുന്നതല്ല അല്ലേ? ഓക്കെ. ആനയ്ക്ക് വെക്കുന്ന ഗുരുവായൂർ. ശരിക്കും എന്റെ ഒരു സുഹൃത്താണ് എനിക്ക് ഈ കട സജസ്റ്റ് ചെയ്തത്. എന്നിട്ട് പറഞ്ഞു, മാന്നാർ ഇവിടാണ് ഈ മെറ്റൽ ഇൻഡസ്ട്രി, ഈ പ്രത്യേകിച്ച് ഈ ഓട്ടുപാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്, ഈ കരകൗശല വസ്തുക്കളുടെ നാടെന്നൊക്കെയാണ് പറഞ്ഞു. അത് എന്താണ്, അതിനെ കുറിച്ചൊന്ന് പറഞ്ഞുതരാമോ? വസ്തുക്കളുടെ ഇവിടെ ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇവിടെ പണ്ട് മുതലേ ഇതിനുള്ള പണിയുന്ന ആളുകൾ ഇവിടെ പരമ്പരാഗത വ്യവസായമായിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത് ഇതിനെ പറ്റിയ മണ്ണ്, ഇതിന്റെ ഉണ്ടാക്കുന്ന കരുവിനുള്ള മണ്ണ് ഇവിടെ അതിന് സുലഭമായിട്ട് കിട്ടുമായിരുന്നു. അപ്പൊ അതൊക്കെയാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. മെറ്റീരിയൽസ് എന്ന് പറയുന്നത് മറ്റേ സ്ക്രാപ്പ് വരുന്നത് ഇത് ചെയ്യുവാണ്. ശരിക്കും ഈ മാന്നാറിനാണോ കേരളത്തിൽ മുഴുവൻ ഈ ഓട്ട് സപ്ലൈ ചെയ്യുന്നത്? അതുകൊണ്ട് നമുക്ക് ഈ ഹോൾസെയിൽ ഇവിടെ സാധനം കിട്ടും അല്ലേ? പോകാത്ത സ്ഥലങ്ങളില്ലല്ലോ. ഇവിടുന്ന് ഇപ്പം ഏതെല്ലാം രാജ്യങ്ങളും ഇവിടെ വന്ന് സാധനങ്ങൾ എടുക്കുന്നു. നമ്മള് തന്നെ ഇപ്പൊ കൊട്ടാരക്കരയിൽ നിന്ന് വന്നതാണ്. ഇവിടെ ഉള്ളവരല്ല, ഇതിന്റെ നാനാഭാഗത്തു നിന്നും വന്ന സാധനങ്ങൾ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വരുന്നുണ്ട്, ആളുകൾ വരുന്നുണ്ട്. ശരി. അതൊക്കെ ഈ ഓടിനകത്ത് തന്നെ ക്വാളിറ്റി കൂടിയതും കുറഞ്ഞതും അങ്ങനെയൊക്കെ ഉണ്ടോ? ക്വാളിറ്റി കൂടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത് വെങ്കലം, അതായത് കിണ്ണൻ, അതായത് അത് പിന്നെ വെളുത്തിയവും ചെമ്പും കൂടി ചേർന്ന് വരുന്നതാണ് ഏറ്റവും നല്ല ക്വാളിറ്റി വരുന്നത്. പിന്നെ അതിന് താഴോട്ട് അതിന്റെ ഇത് അനുസരിച്ച് കോപ്പറിന്റെ അളവ് കുറയുന്നതനുസരിച്ചിട്ട് ക്വാളിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ? ശരി. അത് നമ്മൾ ഈ കടയിൽ, സാധാരണ കടകളിലൊക്കെ പോയി വാങ്ങിക്കുന്ന നല്ല ക്വാളിറ്റി ആണോ അല്ലേന്ന് നമുക്ക് അറിയാൻ പറ്റില്ലല്ലേ? അത് വിലയുടെ അനുസരിച്ച് വരുമ്പോഴത്തേക്ക് അതിന്റേതായിട്ടുള്ള വ്യത്യാസങ്ങൾ. വെളുത്തിയത്തിനൊക്കെ നല്ല വിലയാണ്. ആണ്. നമ്മളിപ്പോ ഈ കസ്റ്റമേഴ്സിന് അനുസരിച്ചിട്ടാണോ ഈ ക്വാളിറ്റി ചെയ്ത് കൊടുക്കുന്നത്? കസ്റ്റമേഴ്സ് ചിലര് ഓർഡർ അനുസരിച്ച് ഇന്ന ക്വാളിറ്റിക്ക് വേണമെന്നുള്ള രീതി പറഞ്ഞു. ശരി. നമുക്ക് ഏത് രീതി ക്വാളിറ്റി വേണമെങ്കിലും നമുക്ക് ഇവിടെ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ശരി. 750 രൂപ മുതൽ മേപ്പോട്ട് 1500 രൂപ വരെ വില വരുന്ന ഐറ്റംസ് ഉണ്ട്. ഓക്കെ. സ്ക്രാപ്പ് ഇങ്ങോട്ട് എടുക്കുന്നതും അങ്ങനെ തന്നെയാണ്. സ്ക്രാപ്പ് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഒരു 380 രൂപ മുതൽ 800-900 രൂപ വരെ വില വരുന്നുണ്ട്. ശരി. സ്ക്രാപ്പിന്റെ വില. ഓക്കെ. ഈ ചിലർ ഈ വിളക്കൊക്കെ ഇങ്ങനെ നേർച്ച പറയാറുണ്ടല്ലോ, നമ്മളെ ഹൈറ്റിന്, വെയിറ്റിന്, എന്നിട്ട് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ടോ അവിടെ? നമ്മളിപ്പോ അങ്ങനെ വാങ്ങിക്കാൻ വന്നാണല്ലോ, അതാ ഉദാഹരണത്തിന് ഞാൻ ക്വാളിറ്റിയുടെ അനുസരിച്ച് തന്നെ. പിന്നെ നമ്മൾ ചിലര് പറയും ഇന്ന ക്വാളിറ്റി വേണം, ഇന്ന രീതി വേണം. ശരി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതി ചെയ്യും. റെഡിമെയ്ഡ് കടയിലിരിക്കുന്നതിനാണ് അതിന് വില കുറവായിരിക്കും. അങ്ങനെയാണ്. നമ്മളിപ്പോ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ വെച്ചല്ലേ ചെയ്തിട്ടുള്ളത്. ഓക്കെ. ശരി. സാധാരണ ഇപ്പൊ നമുക്ക് ഒരു ആവറേജ് പ്രൈസ് എങ്ങനെയാണ് ഇതിന്റെ റേഞ്ച് വരുന്നത്? പ്രൈസ് റേഞ്ച് 800 രൂപ ഓടിന്റെ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ 800 രൂപ മുതൽ മുകളിലോട്ട് വരുന്നുണ്ട്. ശരി. ഏറ്റവും കുറഞ്ഞത് വരുന്നത്. ശരി. അത് മേപ്പോട്ട് 1500. ഇപ്പം മണിയുടെ ഒക്കെ വില വെച്ചാൽ നമ്പർ 1 നല്ല രീതിയിലുള്ളതാണ് 1400 രൂപ. ശരി. അത്ര റേറ്റ് വരുന്നത്. അമ്പലങ്ങളിലൊക്കെ അത്ര ഇത് വരുന്നില്ല. നാദവും സൗണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഉണ്ടല്ലേ? അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? ശരി. ഇനി ഇവിടെ ആറന്മുള കണ്ണാടിയും കാര്യങ്ങളൊക്കെ
ഉണ്ടല്ലേ? കണ്ണാടി ഇവിടെ വിൽക്കുന്നതേ ഉള്ളൂ. ആറന്മുള കണ്ണാടി ആറന്മുളയിൽ നിന്ന് വന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് അല്ലല്ല. ശരി ശരി, ഓക്കെ. ഞാൻ വിചാരിച്ചു ഇപ്പൊ ഇവിടെ ആറന്മുള കണ്ണാടി ഉണ്ടാക്കുന്നുണ്ടെന്ന്. ഓക്കെ. പിന്നെ പ്രധാനമായിട്ട് ഇവിടെ എന്തൊക്കെ സാധനങ്ങളാണുള്ളത്? ഉരുളി, വാർപ്പ്, മണി, കള്ളിമണി. ശരി ശരി. ഈ പറയൊക്കെ ഇരിക്കുന്നത് പറയൊക്കെ ഇപ്പം അതൊക്കെ പുറത്തുനിന്ന് വരുന്നതാണ്. ആണല്ലേ? ശരി ശരി. അല്ല നമ്മളിവിടെ ചെയ്യുന്നതല്ല. ഓക്കെ. ഓക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടിയുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ അന്വേഷിച്ചപ്പോഴത്തേക്ക് എനിക്ക് 1200, 300, 400 ആ ഒരു റേഞ്ചൊക്കെ ആയിരുന്നു കിലോയ്ക്ക് ദീപസ്തംഭത്തിന് പറഞ്ഞത്. അന്നേരമാണ് എൻ്റെ ഒരു കൂട്ടുകാരൻ ഇങ്ങനെ സജസ്റ്റ് ചെയ്യുന്നത് ഞാനിവിടെ വരുന്നത്. അന്നേരം എന്തുകൊണ്ടാണ് ഇത്രയും വില കുറച്ച് കൊടുക്കാനും വേണ്ടി പറ്റുന്നത്? വണ്ടിക്കാശും കാര്യങ്ങളും അവരുടെ കൊട്ടാരക്കര അവിടെ ഇവിടുന്ന് പറഞ്ഞല്ലോ. ശരി ശരി. അതിന്റെ ട്രാൻസ്പോർട്ടിങ്ങിന്റെ അതാണ് വ്യത്യാസങ്ങൾ. പിന്നെ മെറ്റലിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞില്ലേ, 800 രൂപ മുതൽ തുടങ്ങും. സ്റ്റാർട്ടിങ് 800 രൂപ മുതൽ 1400 രൂപ 1500 രൂപ വരെ വില വരുന്നുണ്ട്. ശരി ശരി. അതിനകത്ത് ചേരുന്ന ചേരുവയുടെ വ്യത്യാസത്തിനനുസരിച്ചാണ് ഈ വ്യത്യാസം വരുന്നത്. ഓക്കെ ആണ്. പിന്നെ ഈ പൊതുവെ ഇപ്പൊ ഇവിടുത്തെ കച്ചവടവും ബിസിനസ്സും ഒക്കെ ഉണ്ട് കോവിഡിന് ശേഷം മടുപ്പായിരുന്നു. ഇപ്പം കുറച്ച് മാറി ഉണർന്നു വരുന്നുണ്ടല്ലേ? പൊതുവെ ഇവിടുത്തെ പരമ്പരാഗത തൊഴിലാളികൾ കഷ്ടപ്പാടിലാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ന്യൂസ് കണ്ടിട്ടുള്ളതാണോ അത്? ആളില്ലല്ലോ, ഇപ്പൊ പണിയാൻ ആളില്ല. ഇപ്പൊ പണിയാൻ ആളില്ല, ഇത് മാറിയല്ലേ? കമ്പ്യൂട്ടർ യുഗമാണല്ലോ. എല്ലാവരും കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആരും ഈ ചൂടിനകത്ത് തിളച്ച ഓടിനകത്ത് ഒന്നും പണിയാൻ ആളില്ല. പണ്ടുള്ള ആളുകളും അവരുടെ മക്കളും ഒക്കെ ഉള്ളവരില്ല. അതൊക്കെ വളരെ അപൂർവമായിട്ടേ ഉള്ളൂ. നിന്ന് വരുവാണ്. ഓക്കെ. അന്നേരം നമ്മളെ വീഡിയോയിലോട്ട് സഹകരിച്ചതിന് ഇത്ര ഇൻഫർമേഷൻ തന്നതിനും ഒത്തിരി നന്ദി. നമസ്കാരം. എന്തായാലും നമ്മുടെ ദീപസ്തംഭമായിട്ട് തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ തന്നെ നമുക്ക് പേരൂരിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വന്ന് ഇത് സമർപ്പിക്കാനും തൊഴുവാനും ഒക്കെ പറ്റി. അന്നേരം വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നന്ദി, നമസ്കാരം.